തമിഴ്നാട്ടിൽ രാഷ്ട്രീയം ആകെ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്. അവിടെ TVK വിജയ് ആദ്യമായിട്ട് രൂപീകരിച്ച പൊളിറ്റിക്കൽ പാർട്ടി, ആ പാർട്ടി 107 സീറ്റുകളാണ് അവിടെ നേടിയത്. കേവല ഭൂരിപക്ഷത്തിന് 118 സീറ്റ് വേണം. അപ്പോൾ 107 സീറ്റുകളാണ് TVKക്കുള്ളത്. പിന്നെ DMKക്ക് 74 സീറ്റാണോ കിട്ടിയത്, അതേ ഉള്ളൂ. അപ്പോൾ അത്രയും വലിയ വ്യത്യാസം വോട്ട് ഷിഫ്റ്റിലുണ്ടായി. 40% വോട്ടുകൾ നേടിയാണ് വിജയ് ഇതുപോലെ ഇത്രയും ഭൂരിപക്ഷം കരസ്ഥമാക്കിയത്. വിജയ് മത്സരിച്ച 2 മണ്ഡലങ്ങളും അദ്ദേഹം ജയിച്ചു. സ്റ്റാലിൻ മത്സരിച്ച മണ്ഡലത്തിൽ സ്റ്റാലിൻ പരാജയപ്പെട്ടു. അപ്പോൾ അവിടെ AIADMK ആ മുന്നണി എന്ന് പറയുന്നതിനകത്ത്, അത് NDA മുന്നണി എന്ന് പറയുന്നതിനകത്ത് AIADMKയും BJPയും ഉണ്ട്. അതുപോലെ അവർക്ക് കിട്ടിയ സീറ്റ് എന്ന് പറയുന്നത് 53 സീറ്റുകളാണ്. അതിൽ 1 സീറ്റ് മാത്രമേ ഉള്ളൂ BJPക്ക് കിട്ടിയത്. പക്ഷേ ആ BJP 1 സീറ്റുമായിട്ട് വെച്ചപ്പോൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. കാരണം സാധാരണഗതിയിൽ ഗവർണർ അനുവദിക്കേണ്ടത്, നോക്കേണ്ടത് ഒരു ഒറ്റക്കക്ഷി, ഭൂരിപക്ഷമുള്ള ഒറ്റക്കക്ഷി വിളിച്ചിട്ട് അയാളെയാണ് ക്ഷണിക്കേണ്ടത്. ഒരു 14 ദിവസത്തിനകത്ത് ഭൂരിപക്ഷം സഭയിൽ തെളിയിച്ച് കാണിക്കണം. അത് മതി, അതാണ് ആവശ്യമുള്ള കാര്യം, അതാണ്. പക്ഷേ ആർലേക്കർ, നമ്മുടെ ഗവർണർ, നല്ല വലിയ കളി കളിച്ചുകൊണ്ടിരിക്കുക അവിടെ. കേരള ഗവർണർക്കാണ് അവിടുത്തെ ചുമതല. ആർലേക്കർ നല്ല സ്റ്റൈലും കളിയാണ്. 2 തവണ വിജയ് പോയി കണ്ട് ഭൂരിപക്ഷം തെളിയിച്ചോളാം എന്ന് പറഞ്ഞു. അതൊന്നും പോരാ, ആദ്യം കത്ത് വേണം, 118 MLA കത്ത്. ഇത് എവിടുത്തെ നിയമം അയാൾ ഈ പറയുന്നേ? അത് തെറ്റാണ്. ഭൂരിപക്ഷം തെളിയിക്കേണ്ടത് ഗവർണറുടെ മുമ്പിലല്ല, ഫ്ലോറിലാണ്, അസംബ്ലിയിൽ. അത് തെളിയിച്ചില്ലെങ്കിൽ താഴെ പോവും, അത്രയല്ലേ ഉള്ളൂ. എന്നാലും ഇത്രയും ഭൂരിപക്ഷം കിട്ടിയ ഒരു കക്ഷിയെ വിളിക്കുന്നതിന് പകരം ഇപ്പം വേറെ ചില നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഈ 107 സീറ്റ് കിട്ടിയ വിജയ്ക്ക് ഇനി ബാക്കി 11 സീറ്റ് വേണം 118 കൊണ്ടെത്തിക്കാൻ. അതിൽ ഒരെണ്ണം കൂടെ വിജയ് ജയിച്ചതാണ്. അപ്പോൾ 108. പക്ഷേ ആ സീറ്റ് 2 സീറ്റിനെ ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അത് ഒരെണ്ണം കുറയും. അവിടെയും ഇനി TVK മാത്രമേ ജയിക്കുള്ളൂ, വിജയ് നിർത്തുന്ന സ്ഥാനാർത്ഥിയെ ജയിക്കുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടതെന്ന് പറയുന്നത് പിന്നെ ബാക്കി കോൺഗ്രസ്സിന് 5 സീറ്റുണ്ട്. കോൺഗ്രസ്സിന് 5 സീറ്റുള്ള കോൺഗ്രസ് ആദ്യമേ അങ്ങ് സപ്പോർട്ട് കൊടുത്തു TVKക്ക്. DMKയുടെ കൂടായിരുന്നു, മുന്നണിയാണ്. പക്ഷേ ആ ബന്ധം അവസാനിപ്പിച്ചിട്ട് TVKക്ക് സപ്പോർട്ട് കൊടുത്തു. മുമ്പ് തന്നെ TVKക്ക് സപ്പോർട്ട് കൊടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും അതിന് TVK സപ്പോർട്ട് ചോദിക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷെ അന്ന് തയ്യാറായില്ല. അന്ന് തയ്യാറായിരുന്നെങ്കിലുണ്ടല്ലോ, ഈ TVK കോൺഗ്രസ് മുന്നണി എന്ന് പറയുന്നതിനകത്ത് കോൺഗ്രസ്സിന് സീറ്റും കൂടുതൽ കിട്ടും. അവിടെ ആ മുന്നണി ഈസി ആയിട്ടങ്ങ് ഭരിക്കുകയും ചെയ്യും. ഈ നാടകങ്ങളൊന്നും അവിടെ ആവശ്യം വരുന്നില്ലായിരുന്നു. പക്ഷേ 5 സീറ്റ് കൂടെ അങ്ങനെ കിട്ടി. 5 സീറ്റ് കൂടെ കൊടുത്തു. അങ്ങനെ 118, 113 ആവും. പിന്നെ 5 സീറ്റ് വേണം. അപ്പോൾ ഏതാണെന്നറിയാം, യഥാർത്ഥത്തിൽ 6 സീറ്റ് വേണം. കാരണം വിജയ് ഒരു സീറ്റ് രാജിവെച്ചേ പറ്റുള്ളൂ. 6 സീറ്റ് എന്ന് പറയുമ്പോൾ പിന്നെ ബാക്കി അതിനകത്ത് ചെറിയ കക്ഷികളുണ്ട്. DVK എന്ന് പറയുന്ന കക്ഷി, അവർക്ക് 2 സീറ്റുണ്ട്. CPIക്ക് 2 സീറ്റുണ്ട്. CPMന് 2 സീറ്റുണ്ട്. മുസ്ലിം ലീഗിന് 2 സീറ്റുണ്ട്. അപ്പോൾ ഇവരിൽ ആരൊക്കെ ഇനി സപ്പോർട്ട് കൊടുക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. പക്ഷേ CPIയും CPMും നിശ്ചിതമായി ഗവർണറുടെ നടപടിയെ വിമർശിച്ചു. കാരണം വിജയെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കാത്തതിന് വിമർശിച്ചു. എന്തിന് സ്റ്റാലിൻ പോലും വിമർശിച്ചു. സ്റ്റാലിൻ പറഞ്ഞത് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണ്, അദ്ദേഹത്തെ വിജയെ വിളിച്ച് സത്യപ്രതിജ്ഞ ഏൽപ്പിക്കേണ്ടതാണ്. കാരണം തോക്കുന്നെങ്കിൽ പിന്നെ ആ ഫ്ലോറിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് താഴെ പോവല്ലോ, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ കൊച്ചുനാൾ മുതൽ കാണുന്നത്, അന്ന് ഏറ്റവും വലിയ നടൻ തമിഴിലെ MGR ആണ്. ജയലളിതയാണ് അദ്ദേഹത്തിൻ്റെ നായിക.
രണ്ടുപേരും തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിമാരായി മാറിയ ആളുകളാണ്. ഈ MGRും ജയലളിതയും വലിയ ജോഡികളാണ്, ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുള്ളതാണ്. അതിൽ ജയലളിതയെ ഉപദ്രവിക്കാൻ വരുന്നതുമായിട്ട് തുടങ്ങി MGRിൻ്റെ വലിയ ശത്രുവായിട്ട് ആ സിനിമയിൽ അഭിനയിച്ചത് MN നമ്പ്യാർ എന്ന് പറയുന്ന ഒരു നടനാണ്. MN നമ്പ്യാർ. ഇവർ രണ്ടുപേരും ഒന്നും ഇല്ല. ഈ MGRും MN നമ്പ്യാരും എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നാട്ടിൻപുറത്തേക്ക് ഒരു ചൊല്ലുള്ളതാണ്. രണ്ട് വലിയ ബദ്ധ ശത്രുക്കളുണ്ടെങ്കിൽ ആളുകൾ പറയും, ആഹാ അത് MGRും MN നമ്പ്യാരും പോലാന്ന് പറയും. പക്ഷേ ഇപ്പോൾ MGRും MN നമ്പ്യാരും കൂടെ ഒക്കുന്നത് നമ്മൾ കാണാറുണ്ടോ? ഇല്ല. അതേപോലായിരുന്നു കരുണാനിധിയും MGRും. കരുണാനിധിയാണ് ഇവർ തമ്മിൽ വളരെ ശത്രുതയാണ്. അപ്പോൾ MGRുമായിട്ട് രണ്ടുപേരും വളരെ ഓപ്പോസിറ്റാണ്. ഒരാൾ DMKയും ഒരാൾ AIDMKയും. അപ്പോൾ അവർ രണ്ടുകൂടെ ഒന്നിക്കുന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? ഇല്ല. ഇത്രയും വർഷങ്ങളായിട്ട് വളരെ തല്ലി പിടിച്ച് കഴിഞ്ഞ രണ്ട് കക്ഷികളാണ്. ഇപ്പോൾ എന്താണെന്നറിയോ, BJPക്ക് എങ്ങനെയെങ്കിലും ഈ കോൺഗ്രസുമായിട്ട് TVK ചേരരുത്. കാരണം ഈ TVK പിടിക്കാൻ ഒരുപാട് പണികൾ നോക്കി BJP കൂടെ നിന്നങ്ങ് നന്നാക്കാൻ. അപ്പോൾ നോക്കിയപ്പോൾ TVKയുടെ മനസ്സിലായി, ഇൻ്റലിജൻസ് റിപ്പോർട്ടൊക്കെ സെൻട്രലിൽ കിട്ടുമല്ലോ നന്നായിട്ട്. അപ്പോൾ TVKക്ക് ഭൂരിപക്ഷം അവിടെ കിട്ടും, എങ്ങനെയായാലും മിടുക്കനാണ് വിജയ്, നോക്കും, വളരെ ജനസമ്മതിയുണ്ട്. അങ്ങനെയൊക്കെ വരുന്ന ഉടനെ അയാളെ കൂടെ നിന്ന് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഒപ്പിച്ചെടുക്കാം എന്നുള്ളൊരു ധാരണ അവർക്ക് വന്നു കഴിഞ്ഞപ്പോൾ നേരെ എങ്ങനെയെങ്കിലും പിടിക്കാൻ നോക്കി, നടന്നില്ല. വിരട്ടി നോക്കി. അവസാനം CBI അതുപോലെ ED മുതലായ വിരട്ടുകളുണ്ടല്ലോ, അതെടുത്ത് നോക്കി. അതിലൊന്നും വിജയ് വീണില്ല. മത്സരിച്ചു ഒറ്റയ്ക്ക്. ഇതേ 107 സീറ്റും വാങ്ങിയെടുത്തു, 108 സീറ്റും വാങ്ങിയെടുത്തു. അപ്പോൾ അത് എന്നിട്ട് ഇപ്പോൾ എന്താ നടപടി എന്നറിയാമോ? ഏതെങ്കിലും ഈ കോൺഗ്രസ് TVK ആയിട്ട് ചേർന്ന് പോയി ഇനി. അപ്പോൾ BJPക്ക് അവിടെ ഇനി കയറാൻ ഒരു മാർഗവുമില്ല. ഈ ഒരു സീറ്റേ ഉള്ളൂ താനും, ഒന്നുമില്ല. അപ്പോൾ എന്താ, AIDMK കൊണ്ട് എങ്ങനെയെങ്കിലും ഗവൺമെൻറ് ഉണ്ടാക്കിക്കണം. ഈ 53 സീറ്റുകാരെ കൊണ്ടേ ഏതെങ്കിലും വിധത്തിൽ ഗവൺമെൻറ് ഉണ്ടാക്കണം. അപ്പോൾ അത് നോക്കുമ്പോൾ സ്റ്റാലിന് വേറെ നിവൃത്തിയൊന്നുമില്ലാതെ സമ്മതിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. പുറത്തു നിന്ന് സപ്പോർട്ട് കൊടുക്കാമെന്ന്. ഈ പുറത്തു നിന്നുള്ള സപ്പോർട്ടിന് ഈ ഗവർണർ കൊടുക്കുമോ? ഈ 53 പേരുള്ള ഒറ്റ കക്ഷിയെ, 53 പേരുള്ള കക്ഷിയെ ഈ ഗവൺമെൻറ് രൂപീകരിക്കാൻ ഇയാൾ വിളിക്കുമോ? കാരണം 107 പേരുള്ള ആളിനെ വിളിക്കുന്നില്ല. പറഞ്ഞാൽ കേൾക്കത്തെ 118 പേരുടെ റിട്ടേണായിട്ട് വേണമെന്നാണ്. ഒരു കാരണവശാലും ആ മുന്നണിക്ക് അവർ അവകാശപ്പെടുന്നത് 120 കൊണ്ട് കിട്ടുമെന്നാണ്. വെറുതെയാണ്. കാരണം 74 സീറ്റാണ് DMKക്കുള്ളത്, 53 സീറ്റ് AIDMKക്കും ഈ BJPയുടെ ഒരു സീറ്റൂടെ ചേർന്നുള്ളതും. അപ്പോൾ അതിൻ്റെ കൂടെ ബാക്കി ആളുകൾ CPI ഒന്നും ഒരു കാരണവശാലും CPM ഈ BJPയുടെ മുന്നണിയിലോട് ചേരത്തില്ല. അപ്പോൾ അവിടെ കിട്ടാനൊന്നും സാധ്യതയില്ല. പക്ഷേ അങ്ങനെ ഇട്ട് ഇങ്ങനെ കളിക്കുകയാണ് ഒരാളെ. അതായത് ഒരു മാൻഡേറ്റ്, ഇത്രയും ജനങ്ങളുടെ മാൻഡേറ്റ് കിട്ടിയ ഒരാൾ, അയാളോടൊപ്പം അയാളെ ഇട്ട് ഇങ്ങനെ കളിപ്പിക്കുകയാണ് ഇത് കൊടുക്കാതെ. എന്നിട്ട് ഏതെങ്കിലും വിധത്തിൽ അവിടെ ഇതിന് ഗവർണർ ഒരുക്കി കൊടുക്കുകയാണ് സമയം. കാരണം വേറെ ഒരു അതായത് കുതിരക്കച്ചവടത്തിനുള്ള സമയം ഒരുക്കുകയാണ്. ഇതിൽ നിന്ന് ആളുകളെ പിടിച്ച് അവിടെ കൊണ്ടുപോവുക, അല്ലെന്നുണ്ടെങ്കിൽ DMKയും AIDMKയോട് ഒന്നിച്ച് എങ്ങനെയെങ്കിലും ആവുക, ഒരു കൊയലേഷൻ വേറെ ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി സമയം കൊടുക്കുന്ന ജോലി എന്ന് പറയുന്നത് ഗവർണറെ പോലുള്ള ഒരാൾക്ക് ഭൂഷണമായിട്ടുള്ള ഒരു കാര്യമല്ല. ഗവർണറെ RSSകാരനായിരിക്കും, RSS കളിച്ചോട്ടെ, പക്ഷേ അവിടെ ചെന്ന് ഈ പണി കാണിക്കേണ്ട കാര്യമുണ്ടോ? അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ മോശമായ പ്രവൃത്തിയാണ് അവിടെ നടക്കുന്നത്. ഏതായാലും ശരി, അത് എൻ്റെ അഭിപ്രായത്തിൽ വിജയും കോൺഗ്രസും കൂടെ ചേർന്ന് സുപ്രീം കോടതി പോകാനുള്ള ആലോചനയുണ്ട്. പോകണം. കാരണം ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയെ മര്യാദയ്ക്ക് വിളിക്കാൻ പറയണം. അതാണ് പ്രസിഡന്റ് എല്ലായിടത്തും നടന്നേക്കുന്ന കാര്യം. അതാണ്. തമിഴ്നാട്ടിൽ മാത്രം എന്താ ഈ പ്രത്യേകത? തമിഴിൽ ആകെ പണി നോക്കി അവിടെ പിടിച്ചെടുക്കാനായിട്ട് രവി എന്ന് പറയുന്ന ഗവർണറെ കൊണ്ട് മുഴുവൻ നോക്കി സ്റ്റാലിനെ ഒരുപാട് ഉപദ്രവിപ്പിച്ചു. നടന്നില്ല. ഇപ്പോൾ അവിടെ ഗവർണറില്ല. രവിയെ പിടിച്ചാൽ നേരെ മമതയുടെ അടുത്തോട്ട് കൊണ്ടുപോയേക്കാണ്, ബംഗാളിലേക്ക്. അപ്പോൾ അതിന് പകരമായിട്ട് ആക്കിയേക്കുന്ന ആരാ? ഇവിടുന്ന് 6 ഏക്കർ നോക്കുമ്പോൾ അവർക്ക് പറ്റിയ ആൾ തന്നെ വേണം റെഡിയാക്കി എടുക്കാൻ. ആ പണിയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനമാണ് ഗവർണർ നടത്തുന്നതെന്നുള്ളതിന് ഒരു സംശയമില്ല. ഗവർണർക്ക് കുറേ അധികാരങ്ങളും അവകാശങ്ങളും ഒക്കെ ഉണ്ട്.
പക്ഷേ ഇതുപോലുള്ള തോന്നിവാസം കാണിക്കാനുള്ള അവകാശമൊന്നുമില്ല. അതാദ്യം മനസ്സിലാക്കണം. ഇതിപ്പോൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരാൾക്ക് മാൻഡേറ്റ് കിട്ടിയ ഒരാളെ ഭരിക്കാൻ സമ്മതിക്കാതിരിക്കുക, അയാളെ മന്ത്രിസഭ രൂപീകരിക്കാൻ സമ്മതിക്കാതിരിക്കുക, അയാൾക്ക് ഭൂരിപക്ഷമൊക്കെ കിട്ടും. ഫ്ലോറിലുണ്ടല്ലോ, ഈ എഴുതി സപ്പോർട്ട് കൊടുക്കുന്നില്ലെങ്കിൽ അവർ വോട്ടിങ്ങിന് വരാതിരുന്നാൽ മതി, ഭൂരിപക്ഷം മതി അവിടെ. അപ്പോൾ യാതൊരു പ്രശ്നമുള്ളതല്ല, അതാണ് ഭൂരിപക്ഷം. പിന്നെ ആളുകളൊക്കെ അങ്ങ് വന്നോളും. തമിഴ്നാട് രാഷ്ട്രീയമല്ലേ, ഒരു പ്രശ്നവുമില്ല. ഇപ്പം തന്നെ AIDMK ചെങ്കോട്ടയ്യൻ നേരത്തെ തന്നെ മാറി വിജയുടെ കൂടെ പോയി. ഇപ്പോൾ TVKയിലാണ്, അദ്ദേഹം മന്ത്രിയാവും. ഇപ്പം അയാളുടെ അനുയായികൾ ഒരു 4-5 പേര് അതിനകത്തുണ്ട്. അവർ നിർബന്ധമായിട്ട് പറയുന്നുണ്ട് TVKയുടെ കൂടെ പോകണം, TVKക്ക് സപ്പോർട്ട് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ചിലപ്പോൾ അങ്ങ് പോയി നിരിക്കും. അതും നമുക്കിനി കാണാം. തമിഴ്നാട് രാഷ്ട്രീയമല്ലേ, കാത്തിരുന്ന് കാണാം.